ചങ്ങായിമാരെ നമ്മളെ വിശകലയില്ലേ, വിശകല തന്നെ കെട്ട നായന്റെ വാല് 12 കൊല്ലം കോയിൽ കിടന്ന ചിലപ്പോ അത് നേരെയാവും. പക്ഷെ നമ്മളെ വിശകല എത്ര കൊല്ലം കോയിൽ കിടന്നാലും വിശകല തന്നെയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിശകലക്ക് എന്തിനാണ് കുരുപൊട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ കാരണം വേറെ ഒന്നുമല്ല. ഞാനും നിങ്ങളൊക്കെ ഇന്നലെ കേട്ടിട്ട് ഒരുപാട് സന്തോഷിച്ച ഒരു വാർത്തയിലെ അമ്പലത്തിലെ പൂരത്തിന്റെ ഇടയ്ക്ക് ആനപ്പാപ്പാനായ മുസൽമാന് അമ്പല കമ്മിറ്റി നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണവും സൗകര്യം ചെയ്തു കൊടുത്തൊരു വാർത്ത നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ച വാർത്ത. ആ വാർത്തയിലാണ് നമ്മളെ വിശകല വർഗീയതയുടെ കുരുപൊട്ടലും കൊണ്ട് വന്നത്. അതായത് ആ വാർത്തയിൽ ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു വർഗീയത നമ്മുടെ വിശകല കണ്ടുപിടിച്ച്. എന്തായാലും നമ്മുടെ വിശകലക്ക് എന്തുകൊണ്ടാണ് കുരുപൊട്ടിയതെന്ന് അറിയുന്നതിന് മുമ്പിലെ ആ മനോഹരമായ വാർത്തയൊന്നും നമുക്ക് കേട്ടിട്ട് വന്നാലോ? വാ. കേരളത്തിന്റെ മതസൗഹാർദ്ദ മോഡലായി തൃശൂരിൽ നിന്നുള്ള ഒരു നോമ്പുതുറ. തൃശൂർ വെങ്കിടങ്ങൽ ക്ഷേത്രോത്സവത്തിൽ ആനയോടൊപ്പം എത്തിയ പാപ്പാനും ഉടമയുമായ താമരശ്ശേരി സ്വദേശി സൈനുദ്ദീന്റെ നോമ്പുതുറ വീഡിയോ ആണ് ഇപ്പോൾ കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു നോമ്പുകാലത്തെയും ഉത്സവകാലത്തെയും നമ്മൾ കണ്ടത്. ആ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അക്കരമേൽ ശേഖരൻ എന്ന് പറയുന്ന ആനയും ആ ആനയുടെ ചട്ടക്കാരനും അതിനോടൊപ്പം തന്നെ ഉടമയുമായ താമരശ്ശേരി സ്വദേശിയായ സൈനുദ്ദീനുമാണ്. അവിടെ 9 മണി പരിപാടി ഉണ്ടായത്. അപ്പോൾ കൂട്ടിയെന്നുള്ളപ്പോൾ സമയത്താണ് ബാങ്ക് കൊടുത്തത്. ആ സമയത്ത് നോമ്പ് തുറക്കുന്നതാണ്. ആരോ വീഡിയോ പകർത്തിയിട്ട് അങ്ങനെ ഷെയർ ചെയ്ത് പോയത്. അവർ കണ്ടറിഞ്ഞ് കൊണ്ടുവന്നതാണോ? അത് നേരത്തെ പറഞ്ഞത് എനിക്ക് നോമ്പുണ്ടെന്ന് പറഞ്ഞു. ഭക്ഷണ സമയപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് ചോദിച്ചു. അല്ല നോമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ വൈകുന്നേരം തുറക്കാൻ സെറ്റാക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ വേണ്ട, ഞങ്ങളെന്താ ചെയ്തോളാന്ന് പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ കടകളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത് ചോദിച്ച ഒരാളുണ്ടായിരുന്നല്ലോ, ആളെന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാം. ആ സമയത്താണ് കറക്റ്റ് ആ സമയത്താണ് അദ്ദേഹം കുറച്ച് ഫ്രൂട്ട്സ് ജ്യൂസ് കൊണ്ടുവന്ന് ഇദ്ദേഹമാണ് അന്ന് കൊണ്ടുകൊടുത്തത്. ഞാൻ നമ്മളെ കമ്മിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ക്ഷണിച്ചു നോമ്പ് വീട്ടിൽ നടക്കാം. അപ്പോൾ പൂരത്തിൻ്റെ ടൈം അതായതുകൊണ്ട് ആരുടെ അടുത്തൊന്നും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്കും ഉള്ളത് ഞാൻ അങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുന്നു കൊടുക്കാൻ ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. ഈ ഒരു യഥാർത്ഥ കേരള സ്റ്റോറി എന്തായാലും കേരളം മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം കേരളം ഇങ്ങനെയാണ്. കേരളം ഇങ്ങനെയാണ് ബൈ, കേരളം എന്നും ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ വിശകലയുണ്ടല്ല, അത് അങ്ങനെയാണ്. അത് അങ്ങനെ ഒരു സാധനമാണ്. എത്ര മനോഹരമായ വാർത്തയാണല്ലോ ഇത്. ഇതിൽ നമുക്ക് ആർക്കെങ്കിലും ബോധം വീറുള്ള ആർക്കെങ്കിലും വർഗീയത കലർത്താൻ തോന്നുമോ? തോന്നും, പറ്റും. വേറെ ആർക്കുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട വിശകലക്ക് മാത്രമേ ഇതിലും വർഗീയത കലർത്താൻ പറ്റൂ. നമുക്കെന്തായാലും നമ്മുടെ വിശകല അതിൽ കണ്ട വർഗീയത, അതിൽ കലർത്തിയ വർഗീയത എന്താണെന്ന് കേട്ടിട്ട് വന്നാലോ? കേട്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. അതുമായി ബന്ധപ്പെട്ട് വിശകലയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ പുലരും മുമ്പ് കാത്തിരിക്കുമ്പോൾ വെറുതെ ഫോൺ മാന്തിയപ്പോൾ ഗുരുവായൂരിൽ നിന്നുള്ള മതേതരത്വത്തിന്റെ ഒരു ആനച്ചന്തം മോടി വന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ മതേതരത്വം സ്വാഭാവികമായ ഒന്നാണ്. പക്ഷെ അതിലും വലിയ മതേതരത്വം ആ ആനക്കഥയിൽ വരിക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ട്. ആന മാനേജർ റിയാസ്, ആനപ്പാപ്പാൻ സൈനുദ്ദീൻ, എന്നിട്ടും ആന ശേഖരൻ തന്നെ. അതല്ലേ യഥാർത്ഥ മതേതരത്വം? പ്രേമിച്ച് പിന്നാലെ നടന്ന് നീയില്ലാത്ത ജീവിതം ഇനി കുപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് ടൈപ്പ് മെഴുക്കലൊക്കെ നടത്തി അവസാനം കെട്ടിക്കേറ്റി കൊണ്ടുപോകുമ്പോൾ രാധയോ ലക്ഷ്മിയോ ഗൗരിയോ സീതയോ പേരെന്ത് തന്നെയായിരുന്നാലും അതെല്ലാം മാറ്റി നബീസിയും സൈനബിയും ആക്കുന്നവർക്കിടയിൽ ആന ശേഖരനായി തന്നെ തുടരുന്നതല്ലേ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട യഥാർത്ഥ മതേതരത്വം. ആർക്കെങ്കിലും ആകുമോ ഇതുപോലൊരു വർഗീയത കണ്ടെത്താൻ വേണ്ടിയിട്ട്? ലോകത്താർക്കും ബോധവും വിവരമുള്ള ആർക്കും കണ്ടെത്താൻ പറ്റാത്ത അത്രയും വലിയൊരു വർഗീയതയാണ്, ആരും കണ്ടെത്താത്ത വർഗീയതയാണ് നമ്മളെ വിശകല അതിനിടയിൽ കണ്ടെത്തിയത്. ആന ഹിന്ദുവായിരുന്നു. മുസ്ലിമായ ആനയുടെ ഉടമകൾ ആനയെ മതം മാറ്റിയില്ല. അതെന്തുകൊണ്ട്? അതാണ് നമ്മുടെ വിശകല ചോദിക്കുന്നത്. നമ്മുടെ സമൂഹത്തോട് നമ്മുടെ വിശകല ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാണ്ടല്ല, കണ്ടുപിടുത്തങ്ങളുടെ നോബൽ സമ്മാനം, അടുത്ത വർഷത്തെ നോബൽ സമ്മാനം നമ്മുടെ ഈ വിശകലക്ക് കൊടുക്കണം. എന്ത് കാരണവശാലും ഈ വിശകലക്ക് തന്നെ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇവര് സ്കൂളിലുണ്ടല്ല കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം ഞാൻ കേൾക്കുന്ന കേട്ടാ. ആ കുട്ടികളെ ഇവരെന്തായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വേറെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവര് സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയപ്പം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അവിടെ കുറെ പടക്കം പൊട്ടിച്ചല്ലോ. ഒരു 1.5 പടക്കം പൊട്ടിക്കലാ പോലും. എങ്ങനെ ആ കുട്ടികൾ പടക്കം പൊട്ടിക്കാതിരിക്കും? കാരണം അമ്മാതിരി വിശല്ലേ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആ സന്തോഷത്തിൽ ആ കുട്ടികൾ പടക്കല്ല അതിലും വലിയ എന്ത് പൊട്ടിച്ചാലും യാതൊരു അത്ഭുതവും ഇല്ല. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങൾ കണ്ടില്ല. ഇനി വിശകല പറഞ്ഞ വേറൊരു വീഡിയോ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. ആ വീഡിയോക്ക് മുമ്പ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അനക്കം ഒന്നേ പറയുള്ളൂ, ഇനിയെങ്കിലും നിങ്ങളില്ല കല്യാണം കഴിക്കുന്നതും കുട്ടികളെ ഉണ്ടാക്കുന്നതും വളരെ കുറക്കണം കേട്ടാ. കുറക്കണം എന്ന് പറഞ്ഞാൽ കുറക്കുക തന്നെ ചെയ്യണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതുകൊണ്ടും കുട്ടികളെ ഉണ്ടാക്കുന്നതും കൊണ്ടുമാണ് നമ്മുടെ വിശകലക്ക് ഇപ്രാവശ്യം കുരുവട്ടിയത്. നമുക്ക് എന്തായാലും വിശകല മാഡത്തിന്റെ കല്യാണ ജിഹാദ് കുരുവട്ടലൊന്ന് കേട്ടിട്ട് വന്നാലോ? കെട്ടിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പൊ വേഗം എന്നെ കണ്ടുപിടില്ല, എന്റെ കല്യാണമാണ് ഇത്രാം തീയതി, നീ വരണട്ടോ എന്നിട്ട് കാർഡ് അങ്ങോട്ട് കൊടുത്തിക്കണേ. കാർഡ് കൊടുത്തപ്പോ അവളുടെ വാനിറ്റി ബാഗിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇവന് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ മകളുടെ കല്യാണമാണ് ഇന്ന ദിവസം ഈ വരണട്ടോ എന്ന് പറഞ്ഞു. ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കാൻ
മക്കളുടെ കല്യാണമായി. അപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നത് കുട്ടികളുടെ എണ്ണമല്ല, തലമുറകളാണ്. വിശ്വാമിത്ര മഹർഷി യാഗരക്ഷക്കായി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി യാഗരക്ഷ കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന് പൊന്നെട്ടിക്കാനാണ്. സീതാസ്വയംവരം എന്താന്ന് കേട്ടപ്പോൾ ഒരു മഹർഷിയാണ് രാമലക്ഷ്മണന്മാരെ കൊണ്ടിട്ട് മത്സരത്തിൽ പങ്കെടുക്ക്. വില്ലടിച്ച് സീതയെ കൊണ്ട് പോരാൻ പറയുന്നത് ഒരു സന്യാസി ശ്രേഷ്ഠനാണ്. സമയത്ത് കല്യാണം കഴിക്കണം, ആവത്തെ രാജാവാണ്, തന്റെ കടമയാണത് എന്നൊരു സന്യാസിക്ക്, ഒരു ഋഷീശ്വരന് പോലും തോന്നുന്നു സമയത്ത് കല്യാണം കഴിപ്പിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കരുത്തിന് ആവശ്യമാണ് എന്നൊരു സന്യാസിക്ക് തോന്നിയെങ്കിൽ എന്തേ മാതാപിതാക്കൾക്ക് തോന്നാത്തത്? തോന്നായിട്ടല്ലോ അല്ലേ? പെണ്ണ് കിട്ടാണ്ടല്ലേ? പെണ്ണ് കെട്ടാണ്ടല്ല, പെണ്ണ് കിട്ടാണ്ടയാണ്. അതെന്ത് ചെയ്ത്? പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി സുനാമി വന്നപ്പോ പോയോ? ആണുങ്ങളെ മാത്രം പെടുത്തിട്ട് ഇല്ലല്ലോ. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. സാമൂഹിക സമരസത എന്നത് ഈ ഏകതാ സമ്മേളനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണെങ്കിൽ വളരെ ബോധപൂർവമായ പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. കണ്ട മുസ്ലിങ്ങളെ, നിങ്ങൾ സമയാസമയത്ത് കല്യാണം കഴിച്ച് സമയാസമയത്ത് കുട്ടികൾ ഉണ്ടാക്കുന്നോണ്ട് തെറി മൊത്തം കേൾക്കുന്നത് നമ്മൾ പാവപ്പെട്ട ഹിന്ദുക്കളാണ് കേട്ടോ. വിശകലന്റെ ഇമാതിരി വർത്താനം കേൾക്കുമ്പോ എന്താണെന്ന് പറയാ, വിശകല ജാതി ഒന്നും നോക്കാണ്ട്, ജാതകം നോക്കാണ്ട് സ്വന്തം മക്കളെ ഏതെങ്കിലും ഹിന്ദുവിന്, ജാതി നോക്കാതെ ഏതെങ്കിലും ഹിന്ദുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഇതും കേട്ടിട്ട് ഏതെങ്കിലും ഹിന്ദു ഉണ്ടല്ല അങ്ങ് പോയാൽ മതി. പോയാലുണ്ടല്ല, നിന്റെ ജാതി ഏത്, നിന്റെ വർഗം ഏത്, നിന്റെ ജാതകം എന്താണ്, നിന്റെ അമ്മയുടെ ജാതകം എവിടെ, നിന്റെ അച്ഛന്റെ ജാതകം എവിടെ, അങ്ങനെ 10,000 ചോദ്യങ്ങൾ നമ്മുടെ ഈ വിശകലമായിട്ടുണ്ടല്ല ഇവര് തന്നെ ചോദിക്കൂ. എന്നിട്ട് അതൊക്കെ നോക്കി കിഴിച്ചും മറിച്ചും ഒക്കെ നോക്കിട്ട് പറയും നിന്നെ പറ്റൂല, നീ എന്റെ മകക്ക് യോജനല്ലാതെ ഓടിച്ചു വിടും. പക്ഷെ എന്താണ്, ഇങ്ങനെ മൈക്ക് കണ്ടുകഴിഞ്ഞിട്ടുള്ള പച്ചക്കള്ളം നാണവും മാനവും ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ അടിച്ചു വിടും. അതാണ് വിശകലം. ഇനി ഇവരെ വിട്. ഇവർ ഈ കാര്യം പ്രസംഗിക്കുമ്പോൾ ബേക്കലിരുന്നും മുന്നിലിരുന്നും കൈകൊട്ടിയും തലയാട്ടിക്കും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരല്ലേ, അവരുടെയൊക്കെ വീട്ടിലുണ്ടല്ല ഏതെങ്കിലും ഒരു ദളിത് ഹിന്ദു കല്യാണം ആലോചിച്ചിട്ട് പോയി നോക്കട്ടെ. അവരുടെ വീട്ടിൽ ഏതെങ്കിലും പെൺകുട്ടിനെ കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദളിത് ഹിന്ദുവായ ഒരു ആൺകുട്ടി അവിടെ പോയി നോക്കട്ടെ. അപ്പൊ അറിയാം സവർണ ഹിന്ദു ആരാണ്, ദളിത് ഹിന്ദു ആരാണെന്ന്. എന്നേരം ഈ ഹിന്ദു ഒന്നിക്കണം എന്നുള്ള വാക്കുണ്ടല്ല, അതൊക്കെ പോകും. ഒരു ഹിന്ദു ഇല്ല. സവർണ ഹിന്ദു തന്നെ, ദളിത് ഹിന്ദു തന്നെ. അത് രണ്ടും വേറെ തന്നെയാണ് അന്നേരം. ഇനി നമ്മുടെ വിശകലമാണത്തിന് ശരിക്കും ഹിന്ദുക്കളുടെ കല്യാണം കഴിയാത്തതിൽ സങ്കടം ഉണ്ടെങ്കിൽ ഇവര് പറയുന്നത് കേൾക്കുന്ന എത്ര ഉന്നത കുല സ്ത്രീകളുണ്ടാവും. അവരുടെയൊക്കെ പറഞ്ഞാൽ മതില്ലേ, നിങ്ങളുടെയൊക്കെ മക്കളെ ജാതി നോക്കാതെ നമ്മുടെ ഒരുപാട് ഹിന്ദു യുവാക്കള് കല്യാണം കഴിയാതെ ബാക്കിയിട്ട് അവർക്കൊന്ന് കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ പോരെ. പക്ഷെ വിശകലമാടം അങ്ങനെ പറയില്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടില്ല, അത് കേൾക്കുന്ന ഉന്നത കുല സ്ത്രീകളിലെ അവര് വിശകലമാടത്തിനോട് പറയും നിങ്ങൾ എന്ത് വർഗീയതയും പറഞ്ഞോ അതൊക്കെ നമ്മൾ കേൾക്കും. അല്ലാതെ നമ്മളെ മക്കളാ ദളിത് ഹിന്ദുക്കൾക്ക് കല്യാണം കഴിച്ചെടുക്കാൻ അങ്ങനെ പറ്റണമെങ്കിൽ നിങ്ങളെ കണ്ടം വഴി നമ്മൾ ഓടിക്കുന്നത് ഇവരുടെ ഉന്നത കുല സ്ത്രീകൾ തന്നെ വിശകലമാടത്തിനോട് പറയും. എന്നിട്ട് അവർ വിശകലനോട് പറയും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മക്കളെ ഏതെങ്കിലും ദളിത് ഹിന്ദുവിന് കല്യാണം കഴിച്ചു കൊടുത്തോന്ന്. അതുകൊണ്ട് വിശകലമാടം എന്തായാലും അക്കാര്യം നിങ്ങളെ മക്കളെ ഏതെങ്കിലും ദളിത് ഹിന്ദുവിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരിക്കലും പറയൂല. പക്ഷെ വിശകലമാടം ആകെ കണ്ടെത്തുന്നത് ഇതുപോലെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വർഗീയത കണ്ടെത്താം എന്നുള്ള പരിപാടി മാത്രമാണ്. അതായത് മലയാളികൾ മൊത്തം ആ അമ്പലത്തിലെ നോമ്പുതുറയിൽ സ്നേഹം കണ്ടപ്പോ വിശകലം മാത്രം ഉണ്ടല്ല വർഗീയത കണ്ട് ആരും കാണാത്ത വർഗീയത. എന്തൊക്കെ ആയാലും നമ്മളെ വിശകലക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത് കാണുമ്പോ ഒരു പ്രത്യേക രസമാണ്. അത് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് മലയാളിക്ക് മൊത്തം. എന്തായാലും നമ്മുടെ വിശകലന്റെ കുരുപൊട്ടിച്ച നോമ്പുതുറ നടത്തിയ അമ്പല കമ്മിറ്റിക്കും ആനപ്പാപ്പാനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.